നമോ നാരായണായ. മഹാഭാഗവതം അധ്യായം 11. അപ്പോൾ നമ്മൾ ഇന്ന് മനുക്കൾ ആരെല്ലാമാണെന്ന് ആണ് നോക്കുന്നത്. ബ്രഹ്മപുത്രനായ സ്വയംഭുവ മനുവാണ് ആദ്യത്തെ മനു. ബ്രഹ്മാവിൻ്റെ കാലത്ത് ആകെ 14 മനുക്കളാണ് ഉള്ളത്. സ്വയംഭുവ മനുവിൻ്റെ മൂത്ത പുത്രനായ പ്രിയവ്രതൻ്റെ 4 പുത്രന്മാരാണ് പിന്നീടുള്ള മനുക്കൾ. അവരുടെ പേരുകൾ യഥാക്രമം ഇപ്രകാരമാണ്: സ്വാരോചിഷൻ, ഉത്തമൻ, താമസൻ, രൈവതൻ. ഇവർ 4 പേരും പ്രിയവ്രതൻ്റെ പുത്രന്മാരാണ്. 6ാമത്തെ മനു അംഗരാജാവിൻ്റെ ഒരു പുത്രനും പുലഹ മഹർഷിയുടെ വത്സല ശിഷ്യനുമായ ചക്ഷുരൻ ആണ്. 7ാമത്തെ മനു വിവസ്വാന്റെ പുത്രനായ വൈവസ്വതനാണ്. സാവർണി 8ാമത്തെ മനുവാണ്. ദേവിയുടെ, അതായത് പരാശക്തിയുടെ അനുഗ്രഹം കൊണ്ടാണ് അദ്ദേഹം മനുവായി തീർന്നത്. 9, 10, 11, 12, 13, 14 മനുക്കൾക്ക് ദക്ഷസാവർണി, മേരുസാവർണി, സൂര്യസാവർണി, ചന്ദ്രസാവർണി, രുദ്രസാവർണി, വിഷ്ണുസാവർണി എന്നാണ് പേരുകൾ. ഇവരെ പൊതുവെ സാവർണി മനുക്കൾ എന്ന് വിളിക്കുന്നു. വൈവസ്വത മനുവിൻ്റെ മക്കളായ കുരുഷൻ, പ്രഷർവൻ, നാഭാഗൻ, ഭിഷ്ടൻ, ശര്യാദി, ത്രിശങ്കു ഇവരുടെ പുനർജന്മമാണ് മേൽപ്പറഞ്ഞ 6 സാവർണി മനുക്കളും. ഇങ്ങനെ വാമനാവതാര കഥ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ പരീക്ഷിത്ത് ചോദിച്ചു: മഹർഷിയെ, പാലാഴി മഥനത്തിൻ്റെ കാര്യം അങ്ങ് പറഞ്ഞല്ലോ, അത് മഥനം ചെയ്യാനുള്ള കാരണം എന്താണ്? മഹാബലിക്ക് അതിലെന്താണ് പങ്ക്? അസുരന്മാർക്ക് കിട്ടിയ അമൃതം എങ്ങനെ നഷ്ടപ്പെട്ടു? അടുത്തത് പാലാഴി മഥനത്തിൻ്റെ കഥയാണ്. ഇത് വളരെ മനോഹരമായൊരു കഥയാണ്. അപ്പോൾ നമുക്ക് ആ കഥ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു മനോഹര മലർമാല്യവും കൊണ്ട് ഏതാനും വിദ്യാധര സുന്ദരികൾ ഭൂലോകത്തിൽ സഞ്ചരിക്കുമ്പോൾ അത്രിപുത്രനും ശിവാംശ സംഭൂതനുമായ ദുർവാസാവു മുനിയെ കണ്ട് അവർ ആ മാല അദ്ദേഹത്തിന് സമ്മാനിച്ചു. മാമുനീന്ദ്രൻ ആ പുഷ്പഹാരം ദേവേന്ദ്രന് ദാനം ചെയ്തു. മഹർഷിയുടെ സന്നിധിയിൽ വെച്ച് തന്നെ മഹേന്ദ്രൻ ആ മാല്യം തൻ്റെ മൗലിയിൽ ചൂടാനൊരുങ്ങി. ഐരാവതത്തിൻ്റെ മസ്തകത്തിൻ്റെ മേല് അത് വെച്ചിട്ട് അത് അണിയാൻ തക്കവണ്ണം അമരേന്ദ്രൻ തൻ്റെ വേണീബന്ധം മുടിയൊക്കെ അഴിച്ച് വിരലുകൊണ്ട് കോതി വകയുന്ന സമയത്ത് മാലയിൽ നിന്നും നിർഗമിച്ച ഹൃദ്യമായ പരിമളം, നല്ല സുഗന്ധമുള്ള മാലയാണ്. അതിൽ ആകൃഷ്ടരായിട്ട് അളിവൃന്ദങ്ങൾ, അതായത് വണ്ടുകളും പ്രാണികളും ഒക്കെ കൂടെ പറന്നു വന്ന് ഹസ്തേന്ദ്രൻ്റെ കണ്ണുകളിലും ചെവികളിലും കയറി ശല്യപ്പെടുത്തി. അപ്പോൾ ആനയ്ക്ക് ദേഷ്യം വന്നു. അത് തുമ്പിക്കൈ ഉയർത്തി മസ്തകത്തിൽ നിന്നും മാല വലിച്ച് താഴെയിട്ട് ചവിട്ടി പൊടിച്ചു കളഞ്ഞു. ഇത് കണ്ട് ദുർവാസാവ് കോപാന്ധനായി. അദ്ദേഹം പറഞ്ഞടാ, ധിക്കാരിയായ ഇന്ദ്ര, ഞാൻ തന്ന മാലയെ നീ തെല്ലും ബഹുമാനിക്കാതെ നിന്റെ വാഹനമായ ഐരാവതത്തെ കൊണ്ട് ചവിട്ടി പൊടിപ്പിച്ചതിനാൽ നിനക്കും നിന്റെ വംശത്തിനും ജരാനര വന്ന് ഭവിക്കട്ടെ എന്നങ്ങോട്ട് ശപിച്ചു. ഭയാക്രാന്തനായ ഉംബർഗോൻ വാരണവീരന്റെ പുറത്തുനിന്നും താഴെ ഇറങ്ങി ദുർവാസാവിൻ്റെ മുമ്പിൽ ചെന്ന് താണു വീണു തൊഴുതുകൊണ്ട് മാപ്പിരുന്നു. മഹാമുനേ, അടിയൻ അഹങ്കാരമോ അവിവേകമോ ഒന്നും കാണിച്ചില്ല. വിവേകബുദ്ധിയില്ലാത്ത ആനയുടെ ചേഷ്ടിതത്തിന് അടിയനെ ശപിച്ചത് സങ്കടമാണ്. ശാപമോചനം നൽകി അടിയനെ അനുഗ്രഹിക്കണമെന്ന് താണു വീണ് അപേക്ഷിച്ചു. ശാന്തനായിത്തീർന്ന ദുർവാസാവ് പറഞ്ഞു: ഞാൻ ശപിച്ചത് ഇനി തിരിച്ചെടുക്കാൻ നിവൃത്തിയില്ല. പാലാഴി കടഞ്ഞു കിട്ടുന്ന അമൃതം സേവിച്ചാൽ ശാപമോചനം സിദ്ധിക്കുമെന്ന് മാത്രമല്ല, അമൃതം ഭക്ഷിച്ചാൽ രോഗമരണാദികളും ആർക്കും ഉണ്ടാവില്ല. തന്നെയുമല്ല, നിത്യയൗവനവും സിദ്ധിക്കും എന്ന് പറഞ്ഞു. ഈ വിധം പറഞ്ഞ് മാമുനീന്ദ്രൻ മറഞ്ഞു. ദുർവാസാവിൻ്റെ ശാപവൃത്താന്തം ദേവലോകത്ത് അമരന്മാർ അറിഞ്ഞു. അവരാകെ പരിഭ്രാന്തരായി. എല്ലാവരും കൂടി സത്യലോകത്ത് ചെന്ന് ബ്രഹ്മദേവന്റെ മുമ്പിൽ സങ്കടമുണർത്തിച്ചു. തൽക്ഷണം തന്നെ വിരിഞ്ചൻ വിബുധന്മാരെയും കൂട്ടിക്കൊണ്ട് കൈലാസത്തിലേക്ക് പുറപ്പെട്ടു. മുക്കണ്ണനെ കണ്ട് അവർ സങ്കടം ബോധിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം അരുളി ചെയ്തു:
ഇതിന് പരിഹാരമുണ്ടാക്കേണ്ടത് ശ്രീനാരായണനാണ്. അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും കൂടി വൈകുണ്ഠത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് മഹേശ്വര വിരിഞ്ചാതി ദേവവൃന്ദങ്ങളും സനക നാരദാദി മുനികളും ചേർന്ന് നേരെ പാലാഴിയിലേക്ക് പോയി. മഹാവിഷ്ണു ആ സമയം പള്ളി നിദ്ര ചെയ്യുകയായിരുന്നു. എല്ലാവരും കൂടി അദ്ദേഹത്തെ സ്തുതിച്ചപ്പോൾ അനന്തമായ ആ മിഴികൾ തുറന്ന് അവരെ ഒന്ന് നോക്കി ഒന്ന് മന്ദഹസിച്ചു. ആ സമയം മൂർത്തികൾ മൂവരും ഒന്നായി ഭവിച്ച് ഒരേ ആകൃതിയിൽ മറ്റുള്ളവരുടെ ദൃഷ്ടികളിൽ കാണപ്പെട്ടു. സാക്ഷാൽ ഏകമായ പരബ്രഹ്മം മായയെ അവലംബിച്ച് ത്രിമൂർത്തികളായി പിരിഞ്ഞിരിക്കുകയാണെന്നുള്ള തത്വബോധം അവർക്കപ്പോഴുണ്ടായി. ക്ഷണനേരം കൊണ്ട് ആ ഏകത്വം ബഹുത്വങ്ങളാൽ 3 രൂപങ്ങളായി വേർപിരിയുകയും ചെയ്തു. അങ്ങനെ പുരാന്തകൻ മഹാവിഷ്ണുവിന് ശാപത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അങ്ങനെ പത്മസംഭവൻ പാലാഴി മഥനം ചെയ്യേണ്ട ആവശ്യകതയും അനുസ്മരിപ്പിച്ചു. അപ്പോൾ അരവിന്ദലോചനൻ അരുളി ചെയ്തു: ദേവകളും അസുരകളും തമ്മിലുള്ള പൂർവ്വ വൈരാഗ്യങ്ങൾ മറന്ന് പരസ്പരം യോജിച്ചു വേണം മഥനം ആരംഭിക്കുവാൻ. പാശമായി വാസുകിയെയും മത്തായി മന്ദരപർവ്വതത്തെയും ഉപയോഗിക്കേണ്ടി വരും. എല്ലാവരും അത് സമ്മതിച്ചു. അസുരന്മാരെ ക്ഷണിക്കുവാൻ വിഷ്ണു പാർഷദന്മാർ ദാനവ സഭയിൽ ചെന്നു. ചക്രവർത്തിയായ മഹാബലി അടക്കം എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. വിഷ്ണു തങ്ങളെ കബളിപ്പിക്കും എന്നുള്ള വിശ്വാസത്തിൽ ദൈത്യന്മാർ ആ ക്ഷണം സ്വീകരിച്ചില്ല. ഉടനെ മഹാദേവൻ തൻ്റെ ഭൂതഗണങ്ങളെ അയച്ച് അവരെ ക്ഷണിച്ചു വരുത്തി. ഇനി മന്ദരപർവ്വതത്തെ കൊണ്ടുവരാൻ ആരെയാണ് അയക്കേണ്ടതെന്ന് ആലോചനയായി. പരമശിവൻ അതിനായി തൻ്റെ ഭൂതഗണങ്ങളെ നിയോഗിച്ചു. ഭൂതഗണങ്ങൾ പോയി കിണഞ്ഞു പരിശ്രമിച്ചിട്ടും മന്ദരപർവ്വതത്തെ ഒന്ന് ഉയർത്താനോ ഒന്നും സാധിച്ചില്ല. അവരെ കൊണ്ടതൊന്നും അനക്കാൻ പോലും കഴിഞ്ഞില്ല. അങ്ങനെ അവർ ക്ഷീണിച്ച് നിരാശരായി തിരിച്ചു വരുന്നത് കണ്ട് ഉൽപ്പലേക്ഷണൻ തൻ്റെ തൽപ്പമായ സർപ്പേശനോട് ഗിരിപ്രവരനെ എടുത്തുകൊണ്ടുവരുവാൻ ആജ്ഞാപിച്ചു. ആദിശേഷൻ ഉടനെ ചെന്ന് ആ ശൈലത്തെ തെല്ലും ആയാസം കൂടാതെ ഒരു കടുകുമണി എന്ന വണ്ണം തൻ്റെ പത്തിമേൽ വഹിച്ച് ഭഗവത് സന്നിധിയിൽ കൊണ്ടുവന്ന് സമർപ്പിച്ചു. ഇനി വാസുകിയെ കൊണ്ടുവരണം. അതിനായി വിഷ്ണു തൻ്റെ വാഹനമായ ഗരുഡനെ നിയോഗിച്ചു. പരമശിവന്റെ ആഭരണമായ വാസുകി കൈലാസത്തിലാണ്. അഹങ്കാരത്തോടെ വൈനതയൻ അങ്ങോട്ടേക്ക് പറന്നു. തന്നെ കൊത്തിയെടുത്ത് കൊണ്ടുപോയിക്കൊള്ളുവാൻ ഭണീന്ദ്രൻ സമ്മതിച്ചതനുസരിച്ച് ഖഗപ്രവരൻ അവനെയും കൊത്തിക്കൊണ്ട് ആകാശത്തേക്ക് ഉയർന്നു. വാസുകിയുടെ അന്തമില്ലാത്ത വാല് ഭൂതലത്തിൽ കിടക്കുന്നു. ഗരുഡൻ വീണ്ടും താഴെ വന്ന് അതും കൂടി കൊത്തിയെടുത്തുകൊണ്ട് മേൽപോട്ടുയർന്നു. അപ്പോഴും ആ അഹിപ്രവരന്റെ പകുതിയിലേറെ ശരീരവും ഭൂമിയിൽ തന്നെ കിടക്കുകയാണ്. ഗരുഡൻ പിന്നെയും താഴെ വന്ന് വീണ്ടും കുത്തിക്കൊണ്ട് അപ്പോഴും വാസുകി അന്തമില്ലാത്ത നീളത്തിൽ ഭൂമിയിൽ തന്നെ കിടക്കുന്നു. അവസാനം എത്ര തന്നെ പരിശ്രമിച്ചിട്ടും ആ ഉരകപ്രവരനെ കൊത്തിയെടുത്തുകൊണ്ട് പോകാൻ ഗരുഡന് സാധിക്കാതെ നിരാശനായി നീരജനയനന്റെ മുമ്പിൽ ചെന്ന് നാണിച്ച് തല കുനിച്ചു നിന്നു. അതുകണ്ട് ചന്ദ്രചൂഡൻ ഒരു ചെറുപുഞ്ചിരിയോടെ തൻ്റെ വാമഹസ്തം മെല്ലെ ഒന്ന് മുമ്പോട്ട് നീട്ടി. അടുത്ത ക്ഷണത്തിൽ ആ ഉരകപ്രവരൻ ആ കരത്തിന്മേൽ ഇഴഞ്ഞു കയറി ഒരു കാഞ്ചന കങ്കണം എന്ന പോലെ ചുറ്റിക്കിടന്നു. ക്ഷീരസാഗര മദനത്തിന് എല്ലാ ഒരുക്കങ്ങളും തികഞ്ഞു. മന്ദരത്തെ മത്താക്കി ആഴിയിൽ ഇട്ടുകൊണ്ട് വാസുകിയെ പാശമാക്കി മഥനം ആരംഭിച്ചു. അഹീന്ദ്രന്റെ തലയുടെ ഭാഗത്ത് അസുരന്മാരും പുച്ഛഭാഗത്ത് ദേവന്മാരും പിടിച്ചു. പുച്ഛഭാഗം ആദ്യം അസുരന്മാർക്കാണ് നൽകിയത്. വാൽഭാഗം പിടിക്കുന്നത് തങ്ങൾക്ക് കുറച്ചിലാണെന്ന് പറഞ്ഞ് പിന്നീട് അവർ തലയ്ക്കൽ ഭാഗത്ത് മാറിപ്പിടിക്കുകയാണ് ചെയ്തത്. പാലാഴി മദന മഹായജ്ഞത്തിൽ വാനര ശ്രേഷ്ഠന്മാരായ ബാലി സുഗ്രീവന്മാരും പങ്കുകൊണ്ടിരുന്നു. അപ്പോൾ അടുത്തത് കൂർമാവതാരമാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.